നമസ്കാരം. ആശാശ്വത് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം കോവളം ബീച്ചാണ്. ബീച്ചുകൾ ആൾക്കാർക്ക് കുളിക്കുവാനും ബീച്ചിൻ്റെ കരയിൽ കളിക്കുവാനും മണൽത്തിട്ടയിൽ പന്ത് കളിക്കുവാനും ബീച്ചിലിറങ്ങി നീന്തി കുളിക്കുവാനും ഒക്കെ വളരെയേറെ സന്തോഷം നൽകുന്ന സ്ഥലങ്ങളാണ്. ഇന്ത്യയിൽ വളരെയധികം ബീച്ചുകളുണ്ട്. പക്ഷേ കോവളം ബീച്ച് ലോകപ്രസിദ്ധമാണ്. വിദേശികൾ സാധാരണ ധാരാളമായി വരുന്ന ബീച്ചാണ് കോവളം ബീച്ച്. എന്താണ് അതിൻ്റെ പ്രത്യേകത? കോവളം ബീച്ചിന് മറ്റുള്ള ബീച്ചുകളെ അപേക്ഷിച്ച് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കുന്നത്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു. കോവളത്ത് ഞാൻ പോയത് പണ്ടൊരിക്കൽ അവിടെ താമസിക്കുന്ന കൂട്ടുകാരിയുടെ വീട്ടിൽ താമസിച്ചപ്പോഴാണ്. അവിടെ താമസിച്ച് 2-3 ദിവസം തിരുവനന്തപുരം കാണാൻ സാധിച്ചു. അങ്ങനെ തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിൽ പോയ കൂട്ടത്തിലാണ് കൂട്ടുകാരി എന്നെ കോവളം ബീച്ചിലും കൊണ്ടുപോയത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് പ്രത്യേകമായി കോവളത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് ഒരു സ്റ്റോപ്പുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ കോവളത്തേക്ക് മാത്രമുള്ള ബസ്സുകൾ കിട്ടും. അങ്ങനെയുള്ള ഒരു ബസ്സിലാണ് ഞങ്ങൾ പോയത്. കോവളത്തേക്ക് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും കുറച്ച് അധികം ദൂരമുണ്ട്. അരമണിക്കൂറോളം ബസ്സിൽ സഞ്ചരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. കോവളത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബസ് ഇറങ്ങി. അവിടെ നിന്ന് വീണ്ടും കുറച്ചധികം ദൂരം നടക്കണം കോവളം ബീച്ചിലേക്ക് പോകാൻ. അത് ടാറിട്ട റോഡാണ്, എങ്കിലും ബസ് സർവീസ് അതുവഴി ഇല്ല. അതിനാൽ തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി പതുക്കെ നടക്കാൻ തുടങ്ങി. റോഡിന് ഇരുവശവും ബീച്ചിനോട് അടുത്തായപ്പോൾ വളരെയധികം കച്ചവട സ്ഥാപനങ്ങൾ കണ്ടു. ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ വിൽക്കുന്നത് കടലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കക്കകളും ശംഖുകളും മറ്റും ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും ഒക്കെയാണ്. അവിടെ നിന്ന് വാങ്ങിയ കരകൗശല വസ്തുക്കളാണ് ഇവിടെ കാണുന്ന ഇത്. ഒരു വലിയ ഒരു ശംഖാണ്. അതിനുള്ളിൽ ബൾബ് ഫിറ്റ് ചെയ്യാം. ബൾബ് വെച്ച് കഴിഞ്ഞാൽ അത് ടേബിൾ ലാമ്പായിട്ട് ഉപയോഗിക്കുന്നതാണ്. വളരെ വലിപ്പം കൂടിയ ശംഖാണ് അത്. ഇങ്ങനെയുള്ള ധാരാളം പലതരത്തിലുള്ള ടേബിൾ ലാമ്പുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ശംഖ് ഉപയോഗിച്ച്. എല്ലാ വസ്തുക്കളും ശംഖുകളും കടയിൽ നിന്ന് കിട്ടുന്ന കക്കകളും തോടുകളും മറ്റും ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഈ കാണുന്നത് അതുപോലെ ഞാൻ വാങ്ങിയ വേറൊരു ലാമ്പാണ്. അത് തൂക്കിയിടുന്ന ലാമ്പാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ചെറിയ ശംഖുകളും അറ്റത്തൊക്കെ തൂങ്ങിക്കിടക്കുന്നത് ചെറിയ ചെറിയ ശംഖുകളാണ്. അതിൻ്റെ മുകളിലേക്ക് മാല പോലെ കെട്ടി കക്കയുടെ തോട് ഉണ്ട്. അങ്ങനെ കെട്ടി ഒരു നല്ല ഭംഗിയുള്ള ഒരു തൂക്കുവിളക്കാണ് അത്. അതിനുള്ളിൽ ബൾബ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് സീലിങ്ങിൽ തൂക്കിയിടാം. തൂക്കിയിട്ട് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഈ ബൾബ് പ്രകാശിക്കുമ്പോൾ ഭിത്തി നിറയെ പല തരത്തിലുള്ള ഡിസൈനുകളാണ് കാണുക. അതുപോലെയാണ് ഈ ഡിസൈനുകൾ ഉണ്ടാകുന്ന പോലെയാണ് അത് മാല പോലെ കെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സാധനങ്ങൾ വീടുകളിൽ വയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള കരകൗശല വസ്തുക്കളും പിന്നീട് പെൺകുട്ടികൾക്ക് അണിയുവാനുള്ള ആഭരണങ്ങൾ, വളകളാട്ടെ മാലകളാട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ശംഖുകളും കക്കകളും വെച്ചിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ധാരാളമായി വിദേശികളെ ഉദ്ദേശിച്ചിട്ടുള്ള കടകളാണ്. എങ്കിലും വലിയ വിലയില്ലാതെ നാട്ടുകാർക്കും അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. വലിയ വിലയില്ലാതെ എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമുണ്ട്. ഒരിക്കൽ കൊച്ചിയിൽ ഇതുപോലെ ഫോർട്ട് കൊച്ചിയിൽ പോയ സമയം, ഫോർട്ട് കൊച്ചിയിൽ പോയ ഇതിനെ പറ്റിയുള്ള ഒരു വീഡിയോ പ്രത്യേകമായിട്ട് ഇടുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ പരാമർശിക്കുന്നത് ഫോർട്ട് കൊച്ചിയിൽ പോയി ഇതുപോലെയുള്ള സാധനങ്ങൾ, കരകൗശല വസ്തുക്കൾ വാങ്ങുന്ന ഒരു കടയിൽ കയറിയപ്പോൾ
അവിടെ വളരെ ഭയങ്കരമായ വില പറഞ്ഞു. അപ്പോൾ ഇതിനെന്താ ഇത്രയും വില എന്ന് ഞാൻ ചോദിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞത് വിദേശികളെ മാത്രം ഉദ്ദേശിച്ചുള്ള കടയാണ് എന്നാണ്. അതിനാലാണ് ഇവിടെ ഞാനത് പറഞ്ഞത്. ഇവിടെ കോവളത്ത് ഞങ്ങൾ പോയടത്ത് വിദേശികളും സ്വദേശികളും എന്നുള്ള വ്യത്യാസം ഇല്ലാതെ വലിയ വിലയില്ലാതെയാണ് ഈ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ ബീച്ച് തീരത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരി പറഞ്ഞു വിദേശികൾക്ക് ആയിട്ടുള്ള പ്രത്യേകമായുള്ള ബീച്ച് ഉണ്ട്, അത് വളരെ അധികം ദൂരെയാണ്. സ്വദേശികൾക്കായിട്ടുള്ള ബീച്ചിൻ്റെ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. എന്നാൽ വിദേശികൾക്ക് വേറൊരു സ്ഥലമാണ്. അവർക്ക് അവിടെ അവരുടെ സൗകര്യം പോലെ കുളിക്കുവാനും ലെഷർ ടൈം കളിക്കുവാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യമായിട്ട് വിദേശികൾക്ക് മാത്രമായി മറ്റൊരു സ്ഥലമാണ് ഉള്ളത്. ഞങ്ങൾ പോയ സ്ഥലം സ്വദേശികളായുള്ള ടൂറിസ്റ്റുകൾ ചെല്ലുന്ന സ്ഥലമാണ്. അവിടെ ഇറങ്ങി ബീച്ചിലൂടെ നടന്നു, വെള്ളത്തിൽ ഇറങ്ങി. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങുകയാണല്ലോ പതിവ്. പക്ഷെ ഇവിടെ എനിക്കുണ്ടായ വ്യത്യാസം, ഞാൻ കണ്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മറ്റ് പല ബീച്ചുകളിൽ പോയിട്ടുണ്ട് എങ്കിലും കോവളത്തെ ബീച്ചിന് ഉണ്ടായ വ്യത്യാസം, എനിക്ക് മനസ്സിലായ വ്യത്യാസം, അത് നീല കളറിലുള്ള വെള്ളമാണ്. നീല കളറിലുള്ള വെള്ളം എന്ന് പറയുമ്പോൾ സ്വിമ്മിംഗ് പൂൾ പോലെ ഇരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്വിമ്മിംഗ് പൂൾ. നമ്മളുടെ ഫ്ലാറ്റ് സമുച്ചയത്തിലും മറ്റും സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം നീല കളറിലാണ്. സ്വിമ്മിംഗ് പൂളിന് ആഴം കുറവാണ്. അതിനുള്ളിൽ കുട്ടികൾക്ക് വരെ ഇറങ്ങി കുളിക്കുന്നതിനും കളിക്കുന്നതിനും സൗകര്യമുണ്ട്. അപകടമില്ലാതെ കളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അതുപോലെയാണ് കോവളം ബീച്ച്. അപകടമില്ലാതെ നമ്മൾക്ക് കുളിക്കാനും വെള്ളത്തിലിറങ്ങാനും പറ്റുന്ന ഒരു ബീച്ചാണ് കോവളം ബീച്ച്. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന ലാഘവത്തോടെ കോവളം ബീച്ചിലെ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പറ്റും. തിരമാലകൾ മറ്റുള്ള ബീച്ചുകളിൽ വളരെ രൗദ്രമായ തിരമാലകൾ വരുമ്പോൾ, ശംഖുമുഖം കടപ്പുറത്ത് ഒക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ അറിയാം തിരമാലയുടെ രൗദ്രഭാഗം. എന്ത് ശക്തിയിലാണ് തിരമാല വരിക. അവിടെയൊക്കെ ഉള്ള വെള്ളം കാണുമ്പോൾ ഇരുണ്ട നിറമാണ്. ഇരുണ്ട നിറത്തിലാണ് തിരമാലയും വരിക. നമ്മൾ തീരത്ത് നിന്ന് കഴിഞ്ഞാൽ വളരെ ബലം പിടിച്ച് നിന്നെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒഴുകിപ്പോയി നമ്മളും പോവും. അതുപോലെ അല്ല കോവളത്ത് നമ്മളുടെ കാലിൽ ചെറിയ തലോടൽ പോലെ ചെറിയ ചെറിയ ഓളങ്ങൾ വന്ന് തലോടി പോവുകയേ ഉള്ളൂ. അതിനാലായിരിക്കും വിദേശികൾക്ക് ലോകപ്രസിദ്ധമായി ഈ കോവളം ബീച്ച് ആയത്. അങ്ങനെ നമ്മൾക്ക് ഒട്ടും പേടിക്കാതെ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന ലാഘവത്തോടെ ബീച്ചിലിറങ്ങി വെള്ളത്തിൽ കുളിക്കുവാൻ സാധിക്കും. തിരമാലകൾ വരുന്നുണ്ട്. കടലാകുമ്പോൾ തിരമാല ഉണ്ടാകുമല്ലോ. പക്ഷെ ആ തിരമാലകൾ ചെറിയ ചെറിയ ഓളങ്ങളായിട്ടാണ് വരിക. ഈ ഓളങ്ങൾ നമ്മളെ തഴുകി പതുക്കെ അങ്ങ് പോകും. അങ്ങനെ ഒട്ടും നമ്മൾക്ക് ഭയപ്പാടില്ലാതെ നല്ല സൗമ്യമായ വെള്ളത്തിൻ്റെ തിരമാലകളുമായി ഉല്ലസിച്ച് കളിക്കുവാൻ സാധിക്കുന്ന സ്ഥലമാണ് കോവളം ബീച്ച്. ഇതാണ് എനിക്ക് മനസ്സിലായുള്ള വ്യത്യാസം. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.